ഫീവ എന്താ കുക്ക് ചെയ്യുന്നത്? നൂഡിൽസ്. എന്ത്? നൂഡിൽസ്. നൂഡിൽസാ? സേമിയ നൂഡിൽസ്. അളവെടുക്കാനാ? തിളച്ചുകൊണ്ടിരിക്കുന്നു. റഫീഫ വെള്ളം തിളച്ചു. ആ എന്താ വയ്ക്കാൻ പോകുന്നത്? വെളിച്ചെണ്ണ. പ്രൊഫഷണലാ ചേച്ചി. നടക്കട്ടെ. ബാക്കി ഇതെന്താ? ഇതൊക്കെ അടിയിലേക്ക് ആവട്ടെ. 5 minutes wait for this one. Pola. Just 10 minutes. അപ്പോൾ 5 മിനിറ്റ്സോ? 5ൻ്റെ ഒരു 5 മിനിറ്റ് കൂട്ടിക്കോ. നന്നായി. എന്തോരം കട്ട് പിടിച്ചിരിക്കുന്നു. ആയോ? ഗൈസ്, നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇതിൽ അധികം കൊണ്ടിരിക്കേണ്ടത് പൊട്ടിപ്പോവും. അമ്മച്ചിൻ്റെ തലയും പൊട്ടും. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പാത്രം മാറ്റുക. ഇനി നല്ല കനം ഉണ്ടാവും. ഗൈസ്, ഫസ്റ്റ് ഇതിൽ എല്ലാവർക്കും നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാവും. പക്ഷേ അധികം ആൾക്കാർക്കും മസാല ആയിരിക്കും ഉണ്ടാക്കാൻ അറിയാത്തത്. അപ്പം മസാല ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ മാസ്റ്റർ ലഫീഫ സം ഓയിൽ. കുറച്ച് ഓയിലല്ല, വെളിച്ചെണ്ണ. എന്തെങ്കിലും അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി അല്ല ഉള്ളി. എല്ലാവരോടും പറ്റിയൊക്കെ പോയത്. ഇതോ പോണോ? കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ കായലടിക്കാം. ശേഷം നമ്മൾ സാൾട്ട് പ്ലീസ്. കൊച്ചിന് മലയാളം അറിയില്ല. നൈ
ഇതിൽ ഉള്ളിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അല്ല, നിങ്ങൾക്ക് ഉള്ളി എത്ര ഉണ്ടോ അത്ര ഉപ്പിട്ടാൽ മതി. ഇതിൽ ഉള്ളി കൂടുതലാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അതുപോലെ ഇടാം, നിങ്ങൾക്ക് പാകത്തിന് ഇടാം. ഞാൻ എന്തെങ്കിലുമൊക്കെ വാരി അങ്ങ് ഇട്ടിട്ടുണ്ട്. കുറച്ച് തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാരറ്റ് ഇടുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കോ കുറച്ച് മതി. അതുപോലെ തന്നെ നമ്മളെടുത്ത് മറ്റേ ഇതില്ലേ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും ഇട്ടെടുക്കുക കേട്ടോ. ക്യാബേജൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. ചിലപ്പം ക്യാബേജൊക്കെ കുറേ യൂസ് ചെയ്യുന്ന ആളായിരിക്കും, തിന്നുന്നൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അതിലനുസരിച്ചിട്ട് നമുക്കിടാം. പിന്നെ നമുക്ക് എന്തായാലും ഇത്ര ക്യാബേജ് മതി, ബാക്കിയുള്ള ചിക്കൻ ഇട്ടോട്ടെ. ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. പഠിച്ചോൻ ആദ്യമായിട്ട് ഇത് മുട്ട ഒരിക്കാനില്ല, അത് വേറെ ഒന്നും അറിയില്ല. ഇനി കുറച്ച് നേരം നമ്മൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം. പാത്രപ്പെല്ലാം കിട്ടും. ഇതെന്തിനാ ചുരുട്ടിക്കൂട്ടുന്നത്? നിന്റെ ആവി പുറത്തേക്ക് ഇറങ്ങാം. ഏതാവി? കൂടുന്നില്ല ഒന്നടിയും. മൈൻ്റെ ഉള്ളിൽ കൂടി ഇട്ടെടുത്താലോ? അതായത്തോ? പഠിച്ചോനെ. അല്ല, അവിടെ ചെറിയ ഹോളുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇട്ടിക്കണ്ടേ, ഉള്ളിലെത്തിയല്ലേ? അവനെ തുറക്കണ്ടല്ലോ. ആ തല വെയിലൊള്ളിക്കരുത് കേട്ടോ. അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇടാം. അത് എന്ന് പറയുന്നത് മറ്റേ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ചിക്കൻ മസാല, സോസ്. സോസും അത് അവസാനം ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഇതെന്തിനാ? ഇത്തിരി കളറ് വരട്ടെ. കളറല്ല വരിക, നല്ല എരിവാ വരിക. എരിവുള്ള മുളക് പൊടിയാ. എന്നെ പുകയിട്ടെ, എല്ലാത്തിൻ്റെ കുണ്ടിന്ന് പുക വരുന്നില്ല. ഇതെന്താ? ഇതാണ് മഞ്ഞൾപ്പൊടി. ഇച്ചിരി മതിയോ? ശരിയോ? ശരിയോ? കളറിന് ഇത് ഇത്തിരി കൂടി വേണം. നമുക്ക് ഒരു എന്താ കുരുമുളക്, ഇത് വേണ്ടല്ലേ? ഇതെന്തോ രസമാണ്, സുഖമല്ല. കുരുമുളക് എടുക്കാം. ഇത് ഇത്തിരി മതിയോ? ഇത് മതിയോ? ശരിയോടെ ഇടാം നമുക്ക്. മേലെ പാടിക്കട്ടെ. അടുത്ത് ചിക്കൻ മസാല. ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് നമ്മുടെ ഫേവറേറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഇടുന്നുണ്ട്. നമുക്ക് അവസാനം അതെൻ്റെ കാക്ക വിളിക്കുന്ന ചെല്ലു വേണം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം, എന്നാലേ നല്ല രസം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ അടിക്കും. ഇത് നാണാവും.
എന്താ സ്വാഹ എടുത്തിട്ട് നമുക്കിനി ചോറിൽ കിണർ വയ്ക്കുന്നതായി പാത്രം കിണർ വയ്ക്കാം. ശേഷം നമ്മൾ മുട്ട പൊരിച്ചിട്ട് അത് വയ്ക്കാം. ഉപ്പിട്ടിനോ? ഉപ്പിട്ടിക്കല്ലേ? റെഡിയായി റെഡിയായി. ഇപ്പം എല്ലാത്തിനും പറ്റും. അത് മുട്ടട്ടപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് പോയി. നമുക്ക് കുറച്ച് തരാം. ഇതിൻ്റെ ആവി ഒന്ന് പുറത്ത് വിടാൻ നമുക്ക്. എന്തൊരു സ്മെല്ലാ! ഇവിടെ അത്തന്നെ സ്മെല്ലുണ്ട്. അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് എടുത്തിടുന്നുണ്ട്. ശേഷം അതൊന്ന് മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുക. കാരണം ഇതൊന്നും ഒരു കുന്തം ആക്കാനാണ് വരാം. അവിടെ ഇതൊക്കെ എവിടെ വെക്കുക? വീഡിയോ എടുക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. പക്ഷെ ഇതാണ് നമ്മളെ സാധനം. പാത്രം നമുക്ക് വീണ്ടും വാങ്ങാം. മസാല കുറവും സാധനം കുറവും. കയ്യിലെടുത്ത് മാറ്റി മാറ്റി മാറ്റി. നമ്മൾ കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കുക കേട്ടോ. കാരണം ഇത് മസാല കുറവായതിനെ കൊണ്ടാണ് ആദ്യം നോക്കിയിട്ടിട്ട് കേട്ടോ. വേറെ പാത്രത്തിൻ്റെ ഒത്തിരി പകുതിയോളം മസാല ആക്കിയിട്ടോ. പിന്നെ നമ്മൾ സോസ്, എന്ത് സോസ് ഉണ്ടെങ്കിലും വെച്ചോട്ടോ. നമ്മൾ ഇപ്പോൾ ഉള്ളത് ടൊമാറ്റോ സോസാണ്. ഇപ്പം നമ്മൾ അത് ഇത്തിരി ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഇടാം. ബട്ട് ഇവിടെ അധികം ആൾക്കാർക്കും അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിടും. ഇവിടെ എടുക്കുന്ന ആൾക്കാരും ഇഷ്ടമല്ല. അതാണ് നമുക്ക് ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഇനിയുള്ളത് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരിച്ചുണ്ടെങ്കിൽ അതും ഒന്ന് ഇട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇൻട്രസ്റ്റ് കാണിച്ചു തരാം. ചൂടാണ്. അത് ഇളക്കിയപ്പോൾ ഒടിഞ്ഞു പോയി. നല്ല വലിപ്പമുണ്ട്. ഇനി വല്ല ചൈനയിലും അതിന് ഒരു ചൂടുള്ള ചട്ടിയിൽ